സങ്കീർത്തനങ്ങൾ 145 അധ്യായം. ദാവീദിന്റെ ഒരു സങ്കീർത്തനം. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പൊഴുതും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾ തോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാവുന്നു, അവൻ്റെ മഹിമ അഗോചരമത്രേ. തലമുറയോട് നിന്റെ ക്രിയകളെ പൊഴുത്തും, നിന്റെ വീരപ്രവൃത്തികളെ പ്രസ്താവിക്കും. നിന്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെ ഞാൻ ധ്യാനിക്കും. മനുഷ്യൻ നിന്റെ ഭയങ്കര പ്രവൃത്തികളുടെ ബലം പ്രസ്താവിക്കും. ഞാൻ നിന്റെ മഹിമയെ വർണ്ണിക്കും. അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പുസ്തകമാക്കും. നിന്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ, തൻ്റെ സകലപ്രവൃത്തികളോട് അവന് കരുണ തോന്നുന്നു. യഹോവയെ നിന്റെ സകലപ്രവൃത്തികളോട് നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും. മനുഷ്യപുത്രന്മാരോടോ അവൻ്റെ വീരപ്രവൃത്തികളോ അവൻ്റെ രാജ്യത്വത്തിൻ്റെ തേജസ്സുള്ള മഹത്വം പ്രസ്താവിക്കേണ്ടതിന് അവർ നിന്റെ രാജ്യത്വത്തിൻ്റെ മഹത്വം പ്രസ്തമാക്കി നിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും. നിന്റെ രാജ്യത്വം രാജ്യത്വമാകുന്നു, നിന്റെ ആധിപത്യം തലമുറയായിരിക്കുന്നു. വീഴുന്നവരെയൊക്കെ യഹോവ താങ്ങുന്നു, കുഞ്ഞിരിക്കുന്നവരെയൊക്കെ അവൻ നിവർത്തുന്നു. എല്ലാവരും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നീ ഇത്രക്കായി തോന്നുന്ന ജീവനുള്ളതിനൊക്കെയും പ്രസാദങ്ങളിൽ തൃപ്തി വരുത്തുന്നു. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാവുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാവുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു, എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. എൻ്റെ വായ യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും. സകല ജഡവും അവൻ്റെ വിശ്വനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ.